നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസമായില്ലേ നമ്മുടെ കിച്ചണൊക്കെ കണ്ടിട്ട്. ഇതിനിടയ്ക്ക് ഒരു ദിവസം നമ്മുടെ കിച്ചൺ കാണിച്ചു. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് ലഞ്ചൊക്കെ ഒന്ന് കാര്യമായിട്ടല്ലെങ്കിലും ഒന്ന് വൈക്കരുചിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. ഫസ്റ്റ് നമുക്ക് ചോറുണ്ട്. ഏട്ടൻ കഴിച്ചു, ഞാനും വേദയും കഴിച്ചില്ല. എനിക്കും വേദയ്ക്കും കൂടി ഒരു പ്ലേറ്റ്. വേദയ്ക്ക് കറികളൊക്കെ ഉള്ളതുകൊണ്ട് എടുത്തു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ കഴിക്കും. കപ്പയുണ്ട്. കപ്പ ഇളക്കിയത് നമ്മുടെ ശിവകുമാരണ്ണൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ കേട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല കപ്പ. വേദയ്ക്ക് കപ്പയൊന്നും വേണ്ട, എനിക്ക് വേണം കപ്പ. വായിക്കൂടെ വെള്ളം വരണം. ഇതിന് തവിയില്ലേ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇവിടെ കഴിക്കാൻ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താടാ നീ എന്തോ പറയും പോലെ തോന്നി. ഇത്ര സമയം വേദയും ഫ്രണ്ട്സും കളിയായിരുന്നു. ഇത്രയും ദിവസം നെട്ടയത്തായിരുന്നു വേദ ഇന്ന് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. വരാൻ വലിയ പാടായിരുന്നു, എങ്കിലും പിടിച്ചോണ്ട് വന്നു. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. ഇതൊന്നും എനിക്കിഷ്ടമല്ല, എങ്കിലും ഇന്ന് കഴിച്ചേക്കാന്ന് കരുതി കേട്ടോ. ചൂര മീൻകറി, മൈ ഫേവറേറ്റ്. എന്ന് ഞാൻ ആരോട് പറഞ്ഞു വിട്ട് എനിക്ക് ചൂര മീൻകറി കൊണ്ട് വാങ്ങിച്ചു തരണേന്ന്. അങ്ങനെ ചൂര മീൻകറി. ഓക്കെ, ഇതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. വേദ ഇവിടെ വാ. വേദയുടെ മുഖത്ത് റിയാക്ഷൻ ഇപ്പം കാണാവേ. ചിക്കൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കപ്പയും മീൻകറിയും മീനുമൊക്കെ കൂട്ടിക്കൊടുക്കാം. വാ, വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. മണി ഇത്രേ 2:45. ചിക്കൻ ഇല്ലാത്തോണ്ട് വേദയ്ക്ക് വിശപ്പില്ല. കൊള്ളാമോ? അല്ല, ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് റിയാക്ഷൻ കിട്ടി. ഞാൻ പറയായിരുന്നു വേദയുടെ റിയാക്ഷൻ കാണാമെന്ന്. ഇനി ഞാൻ കഴിക്കാമേ. വൈകിട്ട് ട്യൂഷൻ ഉണ്ട് വേദയ്ക്ക്. എന്തോന്ന് അതില് ഒരു മീമുള്ള തന്നല്ല, അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് മാറ്റിയാ പോവും. ദിവസമായി ചൂരമീൻ കഴിച്ചിട്ട്. അവിടെ പോയി കഴിക്കാം. ഇവിടെ കഴിക്കാന്നാ. അടുത്ത് ചായ ഇടാനുള്ള സമയമായിട്ടോ. ഇന്ന് രാവിലെ മുതൽ തറയിൽ നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ലേ. അപ്പൊ വസ്ത്രം വന്നാ എൻ്റെ പണി പാളും കേട്ടോ. വസ്ത്രം വന്നാൽ വസ്ത്രയുടെ പിറകെ നിൽക്കണം, വീട്ടുജോലി ചെയ്യണം, അതിനിടയ്ക്ക് വീഡിയോ എടുക്കണം. സത്യം പിറകെ അന്ന് ഞാൻ കപ്പയും മീനൊക്കെ വയ്ക്കുന്ന വീഡിയോ എടുക്കാമെന്നൊക്കെ അതിന് കരുതിയതേ. പക്ഷെ നേരം കിട്ടില്ല. ഞാൻ കഴിച്ചത് തന്നെ 3 മണിക്കാണ്. ഇതിപ്പോൾ 4 മണിയായപ്പോൾ ചായ ഇടുന്നു. ഉറക്കം വന്നിട്ട് വയ്യ. ഉറക്കമല്ല, ക്ഷീണവും ദേഹം വേദനയും, ഒരു മൊത്തത്തിലൊരു ക്ഷീണം. ആ ഉഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ റെസ്റ്റ് എടുത്തില്ല. എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാണ് ഡോക്ടർ 2 ദിവസം. ചായക്ക് കടുപ്പം കുറവ്. ഇൻഡക്ഷനിലാണ് ചായക്ക് വെച്ചതും അത് തിളച്ചതും കറണ്ട് പോയി. പിന്നെ തിളച്ചത് മതിയെന്ന് കരുതി. അതുകൊണ്ട് ചായക്ക് കടുപ്പം കുറവ്. കഴുത്തൊക്കെ വേദനിക്കുന്നു. ഉറക്കം ശരിയാവണില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ വസ്ത്രം ഒരു 10-11 മണി വരെയും ചിലച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടും എവിടെ എൻ്റെ ക്യാമറ എങ്ങോട്ട് വരണം? അത് കഴിഞ്ഞാലും വസ്ത്രം ചലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ 10 മണി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇടണ്ടേ. അങ്ങനെ കുറെ പരിപാടികളുള്ളതുകൊണ്ട് ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. എന്താ ചായ റെഡി. ചായയോടെ കഴിക്കാനൊന്നുമില്ല. വേദ ട്യൂഷന് പോയി. ഇപ്പൊ 4 മണിക്ക് പോയി 6 മണി വരെയാണ് വേദയ്ക്ക് ട്യൂഷൻ. ഏട്ടനും ഡ്രൈവ് ചെയ്ത് ഇവിടെയൊക്കെ ഭയങ്കര വേദന. അപ്പോൾ സത്യം പറഞ്ഞാൽ വേദയെ വിളിച്ചോണ്ട് വരാനും കൊണ്ടാക്കാനൊന്നും ഏട്ടനും വയ്യ, എനിക്കും വയ്യ, ആർക്കും വയ്യ. അങ്ങനെ കറങ്ങി നടക്കുകയാണ്. കാരണം നമ്മൾ ആ ട്രിപ്പ് പോയിട്ട് ശരിക്കും റെസ്റ്റ് എടുക്കാതെയാണ് ഈ വസ്ത്രം പോയെടുത്തത് കേട്ടോ. കാരണം വസ്ത്രം നമ്മളങ്ങ് ഡിലേ ആക്കിയാൽ പിന്നെ നമ്മളങ്ങ് മാറ്റി പിന്നീട് ചെയ്യാന്ന് പറഞ്ഞ് വെച്ചിരുന്നാൽ പിന്നെ അതങ്ങ് ചിലപ്പോൾ നമുക്ക് എപ്പോഴും അവസരം കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ആണ് പോയി പെട്ടെന്ന് വസ്ത്രം എടുത്തത്. അപ്പോൾ വസ്ത്രം വന്നാൽ എല്ലാവരും ടയേർഡാവും. പക്ഷെ നല്ല കാര്യം, നമുക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടി. ഇന്നും കുറേ ഓർഡേഴ്സ് എല്ലാം ഡെലിവറി ചെയ്തിട്ട് നിൽക്കുകയാണ്. കുറേ മെസ്സേജസ് വന്ന് കിടക്കുകയാണ്. അങ്ങനെ സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ആകെ കൂടി പണി കിട്ടിയിരിക്കുകയാണ് ഞാനും ഏട്ടനും. എന്നിട്ട് വസ്ത്രം കൂടി ആയപ്പോഴേ ഭയങ്കരമായിട്ട് ടയേർഡായി പോകുന്നു. എപ്പോഴും ഞാൻ ഇത് തന്നെ പറയുന്നു, വസ്ത്രം ഉള്ളപ്പോൾ പറ്റുന്നില്ല എന്ന്. പക്ഷെ അത് സന്തോഷമുള്ള കാര്യമായിട്ടെങ്കിലും പറഞ്ഞു പോകുന്നു. അത്രയേറെ ടയേർഡാവുന്നു.
ഒരാളെ കൂടി ഹെൽപ്പിന് വയ്ക്കാം എന്നുണ്ട്. പക്ഷെ നമ്മൾ വസ്ത്രയിൽ അതിനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല. അത്രയും ഒരു സെറ്റപ്പ് ആയാൽ ഒരു സ്റ്റാഫിനെ കൂടി നിർത്തണം, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഏട്ടനൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഏട്ടനെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫുൾ ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. വേദന വിളിക്കാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിന്നതാണ്. പക്ഷേ ഏട്ടൻ പോയി വിളിച്ചിട്ട് വന്ന് എൻ്റെ വയ്യായിക കണ്ടപ്പോൾ ഇങ്ങോട്ട് നോക്കടി, ചാട ഇട്ടിരിക്കാതാ, ഭയങ്കര ചാട. ഇത്ര ദിവസമായില്ലേ നമ്മുടെ വീടും പരിസരമൊക്കെ കണ്ടിട്ട്. ആഹാ, മേഘം നിൽക്കുന്നു നോക്കി, എന്ത് ഭംഗിക്ക് നിൽക്കുന്നു നോക്കിയേ. ഞാൻ എൻ്റെ ചെടികളെല്ലാം കരിച്ചു കേട്ടോ. കരിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കാണ്ടെല്ലാം പോയി. ആകെ ഇനി ബാക്കി എൻ്റെ മാവും എൻ്റെ പിച്ചി, അത് വെള്ളം ഒഴിച്ചില്ലെങ്കിലും നല്ല ഇതായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇപ്പോൾ മഴയൊക്കെ കിട്ടുന്നത് കൊണ്ട് നല്ലതായിട്ട് നിൽപ്പുണ്ട്. ബാക്കി എല്ലാം കരിഞ്ഞു എൻ്റെ ചെടികളെല്ലാം. അതുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയാൽ വെള്ളം ഒഴിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇപ്പം ഞാനൊന്ന് ഇരുന്ന് ഒന്ന് കിടന്നൊക്കെ എണീറ്റപ്പോൾ ഒന്ന് ഫ്രഷായി വന്നു. രാവിലെ വേദയ്ക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ 9 മണിയാവും. 9 മണിക്ക് ഞാൻ കിച്ചണിൽ കയറിയത്. 2 മണിക്കാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ കുളിച്ച് ഒരുങ്ങി റെഡിയായി വന്ന് വീണ്ടും വീഡിയോ ഒരു ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ചായ ഇട്ട് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഇത്രയും സമയം ഇരുന്ന് ഒന്ന് റിലാക്സ് ആയ ശേഷമാണ് വീണ്ടും എടുത്തത്. എവിടെ പോണ്ടി? ഇല്ലെങ്കിൽ വാ. വേദയും വണ്ണം വെച്ച് അമ്മയും വണ്ണം വച്ചടി. വേദ ഇവിടെ റെസിഡൻസിൽ പ്രോഗ്രാം 26th അപ്പോൾ ചീമയുടെ നൂലുകെട്ടിന് കളിച്ച ഡാൻസ് എല്ലാവരും കൂടി കളിക്കാമെന്ന് പറഞ്ഞൊക്കെ പ്ലാൻ ചെയ്യാൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുകയാണ്. പ്രെയർ അവരാണ് പാടുന്നത്. പിന്നെ ഒരു പാട്ടല്ലാതെ പാടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേദ ഭയങ്കര ബിസി. ഇത്രയും ദിവസം നെട്ടയത്തല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ പ്രോഗ്രാമിന് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ഇനി നെട്ടയത്ത് പോകില്ല, അത് കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ ഇന്നൊരാൾ ചോദിച്ചു ഗുരുവായൂർ എന്നാ വരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇപ്പോൾ ഗുരുവായൂർ വരാൻ ഇങ്ങനെ നിൽക്കും. അത് ക്യാൻസലായിപ്പോവും. ഈ സാറ്റർഡേ ഞാൻ വരാൻ നിന്നതാണ്. അപ്പോൾ എനിക്കൊരു കല്യാണം എമർജൻസി. അപ്പോൾ ആ കല്യാണം ആയതുകൊണ്ട് സാറ്റർഡേ വരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിക്കുന്നു, നടക്കുന്നില്ല. എന്താണെന്നറിയില്ല. കാരണം എന്നെ അങ്ങോട്ടേക്ക് വരുത്തിക്കണമെന്നില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. എത്ര ദിവസമായി അപ്പം കഴിച്ചിട്ട്? 1 മാസത്തിൽ കൂടുതലാവും. അതിനിടയ്ക്ക് ഏട്ടൻ അന്ന് SP കഴിച്ചു, നമ്മൾ കഴിച്ചില്ല. നമ്മൾ പൊറോട്ടയും ഒറട്ടയും കൂടെ എങ്ങനെ കഴിച്ചത്. നാളെ അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പത്തിന് അരയ്ക്കണേ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അതുകൊണ്ട് ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യണമെന്നും ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാവരും അപ്പത്തിന് അരയ്ക്കും പോലെ തന്നെയാണ് ഞാനും അരയ്ക്കുന്നത്. പിന്നെ എത്ര അഴുക്കായിട്ട് അരച്ചാലും ഈസ്റ്റ് ഇടുകയാണെങ്കിൽ ആ അപ്പം നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈസ്റ്റ് ഇട്ടാണ് ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത്. പിള്ളേർ പുറത്തിടുന്ന ബഹളം. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിയാറായല്ലോ. അപ്പോൾ ഏതൊക്കെന്നാണോ സ്കൂൾ തുറക്കുന്നത്? ഇതൊരു മെസ്സേജൊന്നും വന്നില്ല. സ്കൂൾ അടയ്ക്കാറായി. തേങ്ങ കരിക്കിട്ട് അരച്ചാലും നല്ലതാട്ടോ. കരിക്കൊന്നിപ്പം ആരിട്ടരക്കണല്ലേ. ഇന്ന് നമുക്കിവിടെ ഇടപ്പഴിഞ്ഞില്ലേ തേങ്ങ ചിരണ്ടിയത് കിട്ടും. അപ്പം ഇന്ന് അതൊക്കെ വാങ്ങിച്ച് വെക്കണം. എനിക്ക് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കാനുള്ള നേരമൊന്നുമില്ല. അങ്ങനെ വാങ്ങിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണേ. പക്ഷെ അത് നടന്നില്ല. ചോറ് കുറച്ച് കൂടുതലിടേ. 1 ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒരുപാട് കൂടുതലല്ല. നാളെ പഴങ്കഞ്ഞി കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതാണ്. പക്ഷെ പഴങ്കഞ്ഞിക്ക് കഴിയില്ല. ഈസ്റ്റ്, then ഷുഗർ. മറന്നുപോയി എന്തൊക്കെ എവിടെ ഇരിക്കുന്നു. മീൻ വെച്ചപ്പോഴേ എനിക്കൊരു കൺഫ്യൂഷൻ. മീനിൽ എന്തൊക്കെ ഇടും എന്നുള്ളത്. ഞാൻ ഉലുവ ഇടാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റാണ് ഉലുവ ഇട്ടത്. വൈപ്പ് കൂടിയൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചേ. അരങ്ങ് വന്നിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇതിനെ ഇങ്ങനെ ഒഴിച്ചതിൽ വയ്ക്കും. നാളെ രാവിലെ ഞാൻ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇടത്തുള്ളേ. ചിലപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ലൂസായിപ്പോകും. ഇനി അധികം വെള്ളം ഒഴിക്കാൻ പറ്റില്ല. കുറച്ച് ലൂസല്ല. ഇനി വെള്ളം ഒഴിച്ചാൽ ലൂസായിപ്പോകും. ഒരുപാട് ഒഴിച്ചാൽ.
അതുകൊണ്ട് ആദ്യം ഞാൻ വെള്ളം കുറച്ചൊഴിച്ച് അരയ്ക്കത്തുള്ളൂ. ഇപ്പോൾ ഒഴിച്ചപ്പോൾ കൂടിപ്പോയി. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചേ. ഇനി ആ ഫ്രിഡ്ജിലൊന്നും വയ്ക്കൂല, രാവിലെ എടുക്കത്തുള്ളൂ. എടുക്കുമ്പോൾ സോഡാപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കേ. ഇന്ന് രാത്രി മീൻകറി ഇരിപ്പുണ്ട്. ചപ്പാത്തി രാവിലത്തെ ഇരിപ്പുണ്ട്. ഇന്ന് രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി ഇരിപ്പുണ്ട്. ഇന്നതാണ് നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ് ഇത്, നാളെ നമുക്ക് പഴങ്കഞ്ഞി ആക്കാനില്ല. ഇതിപ്പോൾ അപ്പത്തിനോട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പഴങ്കഞ്ഞിട്ടിടായിരുന്നു. ഇനി നമുക്ക് നമ്മളെ മീൻകറി ചൂടാക്കാനായിട്ട് വയ്ക്കാം. വൈകിട്ട് കഴിക്കാനുള്ള നേരമായിട്ടാണ് ചപ്പാത്തി എവിടെ ഇരിക്കണം. എടുത്തിട്ടു ചപ്പാത്തി ചൂടാക്കണ്ടേ. എൻ്റെ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കിയ ചപ്പാത്തി എന്താ സ്റ്റീം ചെയ്തെടുക്കാൻ വേണമെങ്കിൽ. രാവിലെ ഉണ്ടാക്കിയതല്ലേ, വൈകിട്ടൊന്നും ആയാൽ ഇത് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്നേ. അപ്പം പിന്നെ ഞാൻ കൂടുതലൊന്നും പുട്ടിനൊന്നും പിന്നെ നനച്ച് വയ്ക്കുകയൊന്നും ചെയ്തില്ല. ഞാൻ എന്താണ് പറയുന്നതെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇവിടെ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഇവിടെ കാണാം, നാളെ കാണാം. ഇന്നിപ്പോൾ എന്തെന്നോ എനിക്ക് ഒരുപാട് ജോലിയായി പോയി. അതുകൊണ്ട് എനിക്ക് രാവിലെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നത്. അപ്പം നാളെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.